നിങ്ങൾ ഈ മടിയൻ മല ചുമക്കും എന്ന് കേട്ടിട്ടുണ്ടോ? ഇപ്പം നിലവിൽ ആ ഒരു അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ ഒന്നുമല്ല കേട്ടോ. ഞാനിപ്പോൾ സൈലത്തിൽ ജോയിൻ ചെയ്തിട്ട് ഒരു 4 മാസം കഴിഞ്ഞു. ഈ 4 മാസത്തിനകത്ത് എൻ്റെ കയ്യിൽ കൃത്യമായിട്ട് ഒന്നിൻ്റെയും നോട്ട്സ് കംപ്ലീറ്റ് അല്ല, ഒറ്റ സബ്ജക്റ്റിൻ്റെയും നോട്ട്സ് കംപ്ലീറ്റ് അല്ല. പിന്നെ 1-2 ടീച്ചേഴ്സ് 1-2 സബ്ജക്റ്റുകൾ നമുക്ക് ക്ലാസ്സിൽ നിന്ന് നോട്ട്സ് തരും. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ നിന്ന് തന്നെ നോട്ട്സ് എഴുതും. അങ്ങനെയുള്ള സബ്ജക്റ്റ് അല്ലാണ്ട് ഈ ക്ലാസ് എടുക്കുന്ന ആൾക്കാരും ഭൂരിപക്ഷം ആൾക്കാരും നോട്ട്സ് PDF അയച്ചു തന്നിട്ട് വീട്ടിൽ പോയി കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുക. അപ്പോൾ അങ്ങനത്തെ ഒന്നും ഞാൻ എഴുതാറുണ്ടായിരുന്നില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു 2-3 PSCൻ്റെ എക്സാംസ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന് ചെന്നിരിക്കുമ്പോൾ എനിക്ക് ഈ സംഭവങ്ങളൊക്കെ അറിയാം. ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഇതെനിക്ക് അറിയാമല്ലോ, എന്താ ഇത് ഞാൻ കേട്ടിട്ടുണ്ട് നല്ല ക്ലാസ് എടുത്ത സാധനമാണ്, കൃത്യമായിട്ട് പറഞ്ഞു പോയ സാധനങ്ങളാണ്. പിന്നെ ഞാൻ കുറച്ച് ക്ലാസ്സിൽ എപ്പോഴും എനിക്ക് ക്ലാസ്സിൽ ഭയങ്കര ആക്റ്റീവായിട്ടിരിക്കാൻ ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഇരുന്നതിൻ്റെ ബലത്തിൽ കിട്ടിയിട്ടുള്ള പോയിൻറ്റ്സുകളുണ്ട് എന്നല്ലാണ്ട് ഈ നോട്ട്സ് എഴുതി വെച്ച് പഠിച്ച ശീലമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ സൈലത്തിൽ ഡെയിലി എക്സാംസ് ഉണ്ടാവും. 3 ദിവസത്തെ ക്ലാസ്സിന് 3 ദിവസം എക്സാം ഉണ്ടാവും. അതിൽ ബുധനാഴ്ച മാത്രമാണ് ഞങ്ങൾക്ക് മോഡൽ ഉണ്ടാവുക. അപ്പോൾ ഈ ബാക്കി എല്ലാ ദിവസത്തേക്കും ഉള്ളത് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ബാക്കി ദിവസങ്ങളിൽ കംപ്ലീറ്റ് വിനിയോഗിക്കും. അതായത് ഇപ്പോൾ തിങ്കളാഴ്ച SCRT ആണെങ്കിൽ ആ SCRT പഠിക്കാൻ വെള്ളി, ശനി, ഞായർ 3 ദിവസം എടുക്കും. എന്നിട്ട് ചൊവ്വാഴ്ച വീണ്ടും വെള്ളിയാഴ്ചത്തെ എക്സാമിൻ്റെ പഠിക്കും. അപ്പോൾ ഇങ്ങനെ പഠിക്കുമ്പോൾ വേറെ ഒന്നും പഠിക്കുന്നില്ല, വേറെ ഒന്നും കംപ്ലീറ്റ് ആവുന്നില്ല, നോട്ട്സ് എഴുതുന്നില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കിപ്പോൾ ഈ എക്സാം എഴുതിയപ്പോഴാണ് മനസ്സിലായത്. ഇങ്ങനെയല്ല പോകേണ്ടത്, എൻ്റെ ട്രാക്ക് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാനിപ്പോൾ നിലവിൽ നോട്ട്സ് എഴുതി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഫിസിക്സൊക്കെ ഏകദേശം തീർക്കാനായി കേട്ടോ. കുറേ ടോപ്പിക് എടുത്തു. ചലന സമവാക്യം, പിന്നെ എന്താണ് ശബ്ദം, പ്രകാശം, ഗുരുത്വാകർഷണ നിയമം, പിന്നെന്താണ് ഇപ്പോൾ ലാസ്റ്റ് ഒരു ക്ലാസ്സും കൂടി കിട്ടി, മറന്നുപോയി, എന്തോ ഒരു സംഭവം കൂടി എടുത്തിന്. അപ്പോൾ ഇപ്പോൾ ആ ഒരു ടോപ്പിക്കെല്ലാം കറക്റ്റ് തീർന്നിട്ടാണ് ഉള്ളത്. ഇതിൻ്റെ ഒന്നും നോട്ട്സ് കംപ്ലീറ്റ് അല്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ അങ്ങനെയാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് PSC പഠിക്കുമ്പോൾ ഇങ്ങനെ നോട്ട്സ് എഴുതി പോകുന്നത് അത്ര പ്രാക്ടിക്കൽ അല്ല എന്നറിയാം. പക്ഷെ എന്നാലും കുറേ ടോപ്പിക്കുകളൊക്കെ സ്വന്തമായിട്ട് നോട്ട്സൊക്കെ എഴുതി പോകണം തന്നെയാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളെങ്ങനെയാണ് നോട്ട്സൊക്കെ എഴുതാൻ സമയം കണ്ടെത്താറുണ്ടോ? നോട്ട്സ് എഴുതി പഠിക്കാറുണ്ടോ? എങ്ങനെയാണ് നിങ്ങൾ പഠനത്തിൻ്റെ ഒരു എന്താ അതിന് പറയണ്ടേ, പഠിക്കുന്നതിൻ്റെ ഒരു മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. എനിക്ക് മാത്രമൊന്നുമല്ല, ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമെങ്കിൽ ഉപകാരപ്പെടട്ടെ. അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ നോട്ട്സൊക്കെ എഴുതി കൃത്യമായിട്ട് നന്നായിട്ട് പഠിച്ച് തുടങ്ങിക്കോ. ഒരുപാട് പേര് പഠിക്കാൻ തുടങ്ങി. ഞാനെല്ലാം ഇപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ ഇപ്പം ഇന്നലെ BFO ഉണ്ടായിരുന്നു. BFO എഴുതിയപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ട്രാക്ക് തെറ്റാണെന്നുള്ളത്. അപ്പം ഞാനിപ്പം നിലവിൽ ട്രാക്കിലേക്ക് കയറാനുള്ള പരിപാടിയിലാണ്. അപ്പം പഠിക്കാനിരിക്കുന്നവരോടാണ്, നല്ല ഉഷാറായിട്ട് പഠിച്ചോളൂ. എല്ലാവരും പഠിക്കുന്നുണ്ട്. ഓക്കെ.